നമസ്കാരം. തൊഴിലുറപ്പ് മേഖലയിൽ വരുന്ന അന്യായങ്ങളും അഴിമതികളും ഒക്കെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഓംബുഡ്സ്മാൻ എന്നൊരു സംവിധാനമുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ കർശനമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത്. അത് പ്രത്യേക നിർദ്ദേശമാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഓംബുഡ്സ്മാൻ വേണം എന്ന് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓരോ സംസ്ഥാനത്തിനും തൊഴിലുറപ്പ് കാര്യങ്ങൾ നോക്കുന്നതിൽ ഓംബുഡ്സ്മാൻ വേണമെന്നാണ്. കേരളം കുറേ കാലം ഇതിൽ വലിയ താല്പര്യമെടുത്തില്ല. എന്നാൽ പിന്നീട് കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കില്ല എന്ന് വന്നപ്പോൾ പിന്നെ ഓംബുഡ്സ്മാനെ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ വീണ്ടും ഓംബുഡ്സ്മാനെ വെച്ചു ഈ സർക്കാർ. അതാണ് തൊഴിലുറപ്പ് മേഖലയിലെ ഓംബുഡ്സ്മാൻ എന്ന സംവിധാനം വീണ്ടും വരാൻ കാരണം. എന്നാൽ ഈ ഓംബുഡ്സ്മാനെ വീണ്ടും നിർജീവമാക്കാനും ഒക്കെ ഉള്ള ശ്രമം നടക്കുകയാണ്. നമ്മുടെ ലോകായുക്തയെ നിർജീവമാക്കിയല്ലോ, പല്ലും നഖവും ഒക്കെ വലിച്ചൂരിക്കളഞ്ഞ ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അത് ഗവർണർ ഒപ്പിടാത്തതാണല്ലോ ഗവർണർക്കെതിരെ ഈ അസഭ്യ വർഷവും കരിങ്കൊടി പ്രയോഗവും ബഹളവും ഒക്കെ നടക്കുന്നത്. എന്തായാലും അതുപോലെ ഈ ലോകായുക്ത അഴിമതി രാഷ്ട്രീയക്കാരുടെയും ഭരണത്തിലിരിക്കുന്നവരുടെ അഴിമതികൾ കണ്ടെത്താനും നിയന്ത്രിക്കാനും വേണ്ടിയുള്ള ലോകായുക്ത ഉണ്ടാക്കിയതെങ്കിൽ തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടാകുന്ന അഴിമതിയും ക്രമക്കേടും കെടുകാര്യസ്ഥയും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയാണ് ഓംബുഡ്സ്മാൻ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ അഴിമതി കണ്ടെത്താൻ പോയ ഈ ലോകായുക്തയെ തകർക്കാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ പ്രത്യേക നിയമം തന്നെ ഉണ്ടാക്കി, ബില്ലുണ്ടാക്കി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ലോകായുക്ത നമ്മൾ വാലും ചുരുട്ടി കാൽക്കൽ വന്ന് നിന്നതും നമ്മൾ കണ്ടതാണ് അവരുടെ വിധിയിലൂടെ. എന്തായാലും അതുപോലെ ഓംബുഡ്സ്മാനെ ആക്കാൻ നോക്കുന്നു. പക്ഷേ ഓംബുഡ്സ്മാൻ യഥാർത്ഥത്തിൽ പല ജില്ലകളിലും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയക്കാരും പഞ്ചായത്ത് ജീവനക്കാരും തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉണ്ടായിക്കൊണ്ട് ഈ ഓംബുഡ്സ്മാന്റെ പണം അടിച്ചു മാറ്റുന്ന സമ്പ്രദായമുണ്ട്. അത് പല ഓംബുഡ്സ്മാനും കണ്ടെത്തി കേസാക്കിയിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയം നോക്കിയിട്ട് ജോലി എടുക്കുന്നത്, ഇന്ന പാർട്ടിക്കാരനാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയുടെ ജാഥയിൽ വന്നാൽ മാത്രമേ, ഇന്ന പാർട്ടിയുടെ യോഗത്തിൽ വന്നാൽ മാത്രമേ, നമ്മൾ കണ്ടല്ലോ CPM-ന്റെ ജാഥകൾ വന്നപ്പോൾ, അതുപോലെ ജനകീയ സദസ്സ് വന്നപ്പോൾ അവിടെയൊക്കെ പങ്കെടുക്കാത്തവർക്ക് ജോലി നൽകില്ല എന്ന് ഓപ്പണായിട്ട് പറഞ്ഞ വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നോക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നത് പലയിടത്തും ഓംബുഡ്സ്മാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെതിരെ ഓംബുഡ്സ്മാൻ നടപടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ജോലി ചെയ്തെന്ന് കാണിച്ച് രേഖകൾ ഉണ്ടാക്കി തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ തൊഴിലാളികൾ കിട്ടേണ്ട പണം കൂടുതലും സ്വന്തം പേരിലാക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ചില മെമ്പർമാരെല്ലാം അങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ പോയി പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കുകയും തൊഴിലുറപ്പ് പണിയിൽ പങ്കെടുക്കുകയും ചെയ്തതായിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ഒരേ സമയം തന്നെ ഈ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് യോഗത്തിലും പങ്കെടുക്കുന്നു, തൊഴിലുറപ്പിലും പങ്കെടുക്കുന്നു എന്ന് കാണിച്ച് രണ്ടിടത്തും ഒപ്പിട്ട് കാശ് വാങ്ങുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ക്രമക്കേടുകളാണ് ഈ ഓംബുഡ്സ്മാനെ കണ്ടെത്തിയത്. അങ്ങനെയുള്ള ഓംബുഡ്സ്മാനെ ഇപ്പോൾ ഇനി കൊണ്ടുവരേണ്ട, അതിനെ നിയന്ത്രിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പല ഓംബുഡ്സ്മാനും കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഓംബുഡ്സ്മാനെ കൊണ്ടുവരണ്ട എന്ന ഒരു തീരുമാനം രഹസ്യമായി തന്നെ ഗവൺമെന്റ് എടുത്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കോട്ടയത്ത് ഒരു ഓംബുഡ്സ്മാൻ ഇല്ലാതായിട്ട് 11 മാസമായി. കോട്ടയം ജില്ലയിൽ ഓംബുഡ്സ്മാൻ ഇല്ല. ഇതുവരെയും പുതിയ ഓംബുഡ്സ്മാനെ കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതുപോലെ പല സ്ഥലത്തും ഇങ്ങനെ ഓംബുഡ്സ്മാന്മാരെ കൊണ്ടുവരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ നിയമം അനുസരിച്ച് ഓംബുഡ്സ്മാൻ നിർബന്ധമായിട്ട് വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓംബുഡ്സ്മാൻ പലപ്പോഴും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയാണല്ലോ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീയൊക്കെ ഉപയോഗിക്കുന്നത്. അതിനെ പലയിടത്തും പല ഓംബുഡ്സ്മാന്മാരും അതിനെ നിയന്ത്രിക്കുന്നു, അത് കണ്ടെത്തുന്നു, അതിന്മേൽ കേസെടുക്കുന്നു. ഇതാണ് ഈ പിണറായി വിജയൻ സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അഴിമതി തൊഴിലുറപ്പ് മേഖലയിൽ കൂടി വ്യാപകമാക്കാൻ അനുവദിക്കുന്നില്ല ഓംബുഡ്സ്മാൻ എന്നതാണ് ഇവരുടെ പ്രശ്നം. അങ്ങനെ ഓംബുഡ്സ്മാനെ നിയന്ത്രിക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓർക്കാൻ എന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക്? എത്ര വർഷങ്ങൾ കൊഴിഞ്ഞുപോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും. സൗഹൃദങ്ങൾ, സഹപാഠികൾ, പ്രണയങ്ങൾ, അധ്യാപകർ, അച്ഛനമ്മമാർ, അയൽക്കാർ, അങ്ങനെ ഒരിക്കൽ നമ്മൾ ആരൊക്കെയോ ആയിരുന്നു അല്ലേ? നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്കു തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലെകളാണ്.
ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ. യാത്രകൾ, സൗഹൃദങ്ങൾ, പ്രണയം, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെ. ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം. ദി മാർക്കോ പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 7:30 നിങ്ങളുടെ DNA ന്യൂസിൽ.